അങ്ങനെ നമ്മൾ ഊട്ടിയിലായിട്ടുള്ളത്. ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകാട്ടോ നമ്മൾ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പൊടിമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെ ഫ്ലവർ ഷോയുടെ 127ാമത്തെ ഷോയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോയാണ്. അപ്പം ഇത് ഈ ഒരു ടൈമിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ആ ഒരു ടൈം ഊട്ടിയിൽ അത്രയ്ക്കും തിരക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല ആളുകൾ രാവിലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ല മഴയുണ്ട് കേട്ടോ. നല്ല പൊടിമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും നല്ല ത്രില്ലിൽ, കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല കിടിലം ഫ്ലവർ ഷോ ആണ് ഊട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ ടിക്കറ്റിന് 100 രൂപ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് കവാടം തന്നെ നോക്കിയപ്പം കരുണാനിധി ഉണ്ട്, സ്റ്റാലിനൊക്കെ ഉണ്ട്. അവരൊക്കെ സ്റ്റാലിൻ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ബോർഡൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. കവാടത്തിൽ തന്നെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു സാധനമാണ്, പൂവാണ്. ആ ഒരു സാധനം വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് എൻട്രി ആയി. അത്യാവശ്യം ഇങ്ങനെ ചില ടൈം വെയിൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് സ്പോട്ടിൽ മഴയും പെയ്യും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തിരക്കാട്ടോ. നല്ല തിരക്ക് വെച്ചാൽ നല്ല കിടിലം തിരക്കായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മലയാളീസ് ഉണ്ട് കേട്ടോ, നല്ല മലയാളീസ് ഉണ്ട്. കാരണം വെച്ചാൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കവാടം നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് ആഗ്രഹം കവാടത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. കാരണം വെച്ചാൽ ഈ ഒരു ഫ്ലവർ ഷോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ചില ടൈം മാത്രം ഈ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഓരോ ടൈമിൽ ഓരോ ഇതിലാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളന്ന് പോയപ്പോൾ തന്നെ ഏകദേശം ഫ്ലവർ ഷോ അവസാനിക്കാനായിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗവും നല്ല കിടിലനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഫ്ലവർ കൊണ്ട് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നുമല്ല പണി. അത് ആ ഒരു ഫ്ലവർ കേട് വരാതെ ഒരു മാസത്തോളം നിൽക്കണം എന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. ഒരു 15-16 ഡിഗ്രിയിലൊക്കെയാണ് അവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. നൈറ്റൊക്കെ പകലൊക്കെ ഒരു 20 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അങ്ങനെ 127ാമത്തെ ഫ്ലവർ ഷോയാണ്. അതിൻ്റെ ഇതിൽ ഫ്ലവർ വെച്ചിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 127 കൊല്ലമായിട്ട് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. കാരണം വെച്ചാൽ കൊല്ലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഏകദേശം സത്യം പറഞ്ഞാൽ എന്നെക്കാളൊക്കെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി കൊല്ലം മുന്നേ, എൻ്റെ വയസ്സിനേക്കാൾ 5 ഇരട്ടി കൊല്ലം മുന്നേയൊക്കെ ഈ ഫ്ലവർ ഷോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. നമ്മൾ ഇടയ്ക്ക് കൂട്ടി പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു ടൈം നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ഫ്ലവർ ഷോ നടക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ പോയ ടൈം നല്ല പീക്ക് ടൈമായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ഫ്ലവർ ഷോ ഒക്കെ കണ്ട് ഓരോരോ പൂവും ഇങ്ങനെ നോക്കി. നമ്മളെ നാട്ടിൽ കാണുന്ന അധികം സാധനങ്ങളും ഉണ്ട്, എന്നാലും വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഓർക്കിഡ് ടൈപ്പ് ആണെങ്കിലും നമ്മളെ ഈ നാട്ടിൽ കാണുന്ന വേറെ ടൈപ്പ് ചെടികളാണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ഈ ബൊക്കൊക്കെ കാണുന്ന ഐറ്റം സാധനങ്ങളുണ്ടല്ലോ, വെറൈറ്റി അജാതി വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികൾ വരെ അവിടെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. അങ്ങനെ നല്ല ബ്ലോക്കാണ്. നമ്മളിങ്ങനെ കണ്ട് നടക്കുമ്പോൾ തന്നെ ആൾക്കാർ തട്ടിത്തടഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാൻ പോലും പറ്റുന്നില്ല, അജാതി തിരക്കാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്ന ടീംസാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് വരെ ഫ്ലവർ ഷോൻ്റെ ഈ ഒരു പീക്ക് ടൈം നോക്കിയിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് നല്ല അടിപൊളി സീസണാണ് നമ്മളെ ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്ക് അവളിങ്ങനെ പോസിംഗ് ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ പിന്നീട് നമുക്ക് ഈ ഒരു സംഗതി കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ടൈമിൽ ചിലപ്പം വരുന്നത് ഈ ഒരു എന്താ പറയുക സീസൺ ടൈം ആയിരിക്കില്ല ഇനി വരുമ്പോൾ. അപ്പം കാണുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇരുന്ന് നോക്കി കാണുക, ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് കേട്ടോ. ഓരോന്നും ഓരോരോ വെറൈറ്റിയിലാണ് ഈ സാധനം കാണിക്കുന്നത്. ഈ ഓർക്കിഡ് ആണെങ്കിലും എന്ത് ടൈപ്പ് ആണെങ്കിലും എല്ലാ ടൈപ്പും നല്ല കിടിലൻ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കമൻറ്റ് പറയുന്നത് അത് അവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ. പിന്നെ അതിൻ്റെ അടുത്ത് അടിപൊളിയായിട്ട് നല്ലൊരു ഗാർഡ് കേട്ടോ. അതിൻ്റെ അടുത്ത് ഒരു വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ബംഗ്ലാവ് പോലെയൊക്കെ. അതിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരോ കാട്ടിക്കുട്ടലുകളൊക്കെ അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിങ്ങനെ കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യും, പിന്നെ വെയിൽ വരും. അങ്ങനെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു വൈബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഷോ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഓരോ മൂല കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് അത് ഇതൊക്കെ ഷൂട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് നല്ല എൻജോയ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ടും അവൻ്റെ വൈഫും നല്ല കിടലായിട്ട് റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെറൈറ്റിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത്, കാരണം വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക വെച്ചാൽ കുറച്ചും നല്ലൊരു പണി, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ നല്ല പാടുള്ളൊരു സംഗതി തന്നെയാണ്. അതിന് ഞാൻ തമിഴ്നാട് ഗവൺമെൻറ്റിനെ അംഗീകരിക്കുന്നു. കാരണം വെച്ചാൽ ഇത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് ഇത്രയും ടൂറിസ്റ്റ് പ്ലേസ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കാരണം വെച്ചാൽ വരുന്നവരും പോകുന്നവരൊക്കെ പറിച്ച് കൊണ്ടുപോകുമല്ലോ. കാരണം വെച്ചാൽ മലയാളീസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഇനി ഈ തമിഴ് ടീമിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എല്ലാവരും ഇതേപോലെ തന്നെ പൂവൊക്കെ കണ്ടാൽ പറിച്ചു നോക്കും. അപ്പോൾ അതിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വെച്ചാൽ കുറച്ചൊന്നും നല്ല കഷ്ടപ്പാട്. പിന്നെ അതേപോലെ നല്ല അടിപൊളിയായിട്ട് കിടിലനായിട്ടൊരു തോണിയിൽ പുഷ്പക വിമാനം പോലത്തെ തോണിയിൽ നല്ല ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ കിട്ടില്ല സാധനം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആർമിയുടെ കോട്ടേജ് എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി നോക്കി. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പം അവിടേക്ക് എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ അതിങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് നടന്നു നോക്കിട്ടോ. ഈ ഒരു ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർമീൻ്റെ ഒരു ക്യാമ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. നമ്മൾ അതേപോലെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സംഗതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ജസ്റ്റ് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ഓടി വരുന്നത് സ്ലോ മോഷൻ ആക്കാനാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അതേപോലെ നമ്മളെ ഫ്രണ്ടിന് ഷൂട്ട് ചെയ്ത് കൊടുത്തു. അവൻ നല്ല റൊമാൻറ്റിക്കായിട്ട് ചിരിച്ച് കളിച്ച് വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയിട്ടോ. അവിടുന്ന് ഇങ്ങനെ കുറച്ച് തോന ഉണ്ട് കേട്ടോ കാണാൻ തന്നെ, ചില്ലറയൊന്നുമില്ല കാണാൻ, കുറച്ച് തോനയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നല്ല ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ ഇതുകൊണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ട് നല്ല കിടിലനായിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ആ ഫ്ലവർ കൊണ്ട്. പിന്നെ ബീരങ്കി ഈ സാധനമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അജ്ജാതി ലെവലിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫ്ലവറൊന്നും ആവുന്നില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് ആ ഫ്ലവറൊക്കെ അങ്ങനെ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ഓരോരുത്തർ കുടയൊക്കെ കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരോ ഐറ്റം സാധനങ്ങൾ, കാരണം വെച്ചാൽ നല്ല ഈ നമ്മൾ ഈ എന്താ പറയുക മരുന്നൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ ഭൂപടം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ ഭൂപടം തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഓരോരോ ഇതായിട്ട്. പിന്നെ ഓരോ നമ്മളെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസൊക്കെ അതേപോലെ തന്നെ ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ കടുവേനയൊക്കെ അവിടെ ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പം ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അടിപൊളിയാണ്. കാരണം വെച്ചാൽ നമ്മളും കാണാത്ത സംഗതി തന്നെയാണ്. ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ അവരിതൊന്നും കാണാത്തതല്ലേ. നമുക്കും നമ്മളെക്കാളും അവർക്ക് ഭയങ്കര സന്തോഷമാവും ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഐറ്റം സാധനങ്ങളും ഓരോന്നും ആ ഒരു, കാരണം വെച്ചാൽ പല ഐറ്റം നമ്മൾ മനസ്സിൽ കൂടി വിചാരിക്കാത്ത ഐറ്റത്തിലാണ് ഇവിടെ ഫ്ലവർ ഷോ നടത്തുന്നത്. അങ്ങനെ നമ്മൾ അതും കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിചാരിച്ച ഒരു ഡാം പോലത്തെ സെറ്റപ്പ് മതിലൊക്കെ കെട്ടി കുറച്ച് ഹൈറ്റിലേക്ക് നമ്മൾ അവിടെയും കയറി നോക്കാനുള്ള പ്ലാനിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സംഗതി മുകളിലേക്ക് എത്തിയപ്പം നമുക്ക് അവിടുന്ന് റീലെടുക്കണം എന്നൊരു പൂതി. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്നൊരു റീലിങ്ങനെ മുകളിൽ കൂടെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് നേരം നടന്ന് നമ്മൾ റീല് ഷൂട്ട് ചെയ്യണം ബാക്കിൽ തന്നെ നിന്നു. നമ്മൾ കൂടുതൽ വന്നില്ല. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അതേപോലെ റൗണ്ട് അടിച്ച് കിടতে വന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ മഴ നല്ല അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ മരങ്ങളും പൂട്ട് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ പൂക്കാലം എന്ന് പറയാം. ആ ഒരു സീസണാണ് മഴ. നല്ല അടിപൊളി മഴ പെയ്യുന്ന ഒരു പീക്ക് ടൈമാണ്. നമുക്ക് നല്ല ഓവർ മഴ കിട്ടിയില്ലെങ്കിലും നല്ല ചെറിയ മഴകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. നല്ല റഷാട്ടോ, നല്ല റഷ് ചോദിച്ചാൽ നല്ല റഷാണ്. അത്രയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഊട്ടിയിലേക്ക്. നമ്മൾ പോയപ്പോൾ തന്നെ നല്ല കിടിലൻ റൂമുകളൊക്കെ ഭയങ്കര ബുക്കിംഗ് ആണ്, നല്ല ചാർജാണ്. ചെറിയ ചാർജിനൊന്നും റൂം കിട്ടാത്ത അവസ്ഥയാണ്. സീസണിൽ പോയാൽ അങ്ങനത്തെയൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പം ഇത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം വെച്ചാൽ ഒരു ദിവസം നടന്ന് കാണാനുള്ള
ഐറ്റം ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ. കാരണം വെച്ചാൽ കുറേ ഉള്ളിലേക്കൊക്കെ പോകാണ്ട്. കാരണം വെച്ചാൽ ആരും തന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കുറച്ച് പേര് മാത്രമേ അങ്ങോട്ടൊക്കെ വരുന്നുള്ളൂ. എല്ലാവരും ഫ്ലവർ മെയിൻ ഷോ നടക്കുന്ന ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് ചില ഫാമിലീസും അറിയാവുന്ന കുറച്ച് പേര് മാത്രമാണ് ഉള്ളിലേക്കൊക്കെ വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ കുറേ ഭാഗങ്ങളുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡന്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോഷൂട്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലൊരു എൻ്റെ ഭാഗത്തൊക്കെയാണ് നല്ലൊരു അടിപൊളി റോഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. നമുക്കെന്നൊക്കെ നല്ല ഷൂട്ട് റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളവിടുന്ന് അതേപോലെ തന്നെ നല്ല കിടിലനായിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ആ ഒരു വൈബ് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ സ്പോട്ടൊക്കെ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. നമ്മൾ കുറേ നടന്നിട്ടോ. നമുക്ക് മെയിനായിട്ട് ലക്ഷ്യം ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ മെയിനായിട്ട് ഫുള്ള് കണ്ടു തീർക്കുക. പിന്നീട് നമ്മൾ പിന്നെയും വന്ന് കാണുന്നേക്കാൾ നല്ല ഒരു പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കണ്ടാൽ നമുക്ക് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സംഗതി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ ആ ഓരോ സ്ഥലത്ത് മെമ്മറീസ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ഓരോരോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ പണ്ട് ഞാൻ അവിടെ പോയിരുന്നു, ആ ഒരു ഭാഗത്തു നിന്ന് എടുത്ത വീഡിയോ ആണ് ഫോട്ടോ എന്ന് പറയാനുള്ള മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ എന്നും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചിലപ്പം ജീവിതത്തിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോവുള്ളൂ. അല്ലാതെ നമ്മളിപ്പം കൊല്ലത്തിലും 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഒന്നും നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ഒരു പോയ സ്ഥലത്ത് തന്നെ പോകാതെ വെവ്വേറെ സ്ഥലത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മളെടുത്ത് അതേപോലത്തെ നമ്മളെ ഫ്രണ്ടിനെ എടുത്ത് കൊടുക്കുക. ഒരു കപ്പിൾസ് നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ കൂടുതലൊരു കപ്പിൾസിനെ കൊണ്ടുപോകുന്നത് ഏറ്റവും ബെറ്ററാണ്. കാരണം വെച്ചാൽ നമുക്കും വീഡിയോ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ 2 പേര് എടുക്കണമെങ്കിൽ ഒരു ടീം വേണം. അപ്പോൾ അവർക്കും എടുത്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം അങ്ങനെ കൊണ്ടുപോയാൽ എന്താ വെച്ചാൽ നമുക്കും നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടും, അവർക്കും കിട്ടും. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരാളെടുത്ത് കൊടുത്ത് ഫോട്ടോ എടുപ്പിക്കൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം മാക്സിമം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരാളും കൂടി കൂടുതൽ കൂട്ടുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മൾ അത് ആ എൻ്റെ ഭാഗത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങി നമ്മളിങ്ങനെ റിട്ടേൺ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ നല്ല നല്ല ഓരോരോ സ്ഥലത്ത് ഓരോരോ നല്ല ഫ്രെയിമുകൾ കാണുന്നുണ്ട്. പിന്നെ നല്ല നല്ല ചെടികളും അതും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പം ഓരോരോ ഷൂട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പറ്റിയ ലെവലിൽ നമ്മളിങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അവൻ പിടിച്ചിങ്ങനെ കൈ പിടിച്ച് കറക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ എന്താ പറയുക, ഇതിനനുസരിച്ച് കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളും കുറേ അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാന്നൊക്കെ വിചാരിച്ച് കറക്കുന്നുണ്ട്. പക്ഷെ കറങ്ങി അങ്ങോട്ട് സെറ്റാകുന്നില്ല, എല്ലാതും ഫ്ലോപ്പായി പോവുക. പിന്നെ നമ്മൾ വിചാരിച്ചു ഉള്ളതെങ്കിൽ ഉള്ളതുപോലെ നമ്മൾ സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല കിടിലനായിട്ട് നമുക്ക് ഓരോരോ ഔട്ടും കിട്ടി. പക്ഷെ എന്താ വെച്ചാൽ ഫ്രെയിമും അടിപൊളി ഫ്രെയിമുകളാണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഇങ്ങനത്തെ ഓരോ കാര്യത്തിനൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ നല്ല കിടിലനായിട്ട് അവർക്കും വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനെന്തോ വിചാരിച്ചാണ് ആ ഒരു ഷോട്ട് എടുക്കാൻ പറഞ്ഞത്. അവൻ വിചാരിച്ച പോലെ അവർ കിട്ടിയില്ല. എന്നാലും 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു. ആ ട്രൈ ഒക്കെ വെറും ട്രൈ ആയിരുന്നു. കറങ്ങി വന്നൊരു ഉമ്മ കൊടുക്കുന്ന സീനായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്ന് കാല് വേദനയായി എന്നാണ് നമ്മളെ വൈഫ് പറയുന്നത്. അവർക്ക് നടക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ടീം അവിടെ കാലിന് വയ്യായതുകൊണ്ട് ലൈസൊക്കെ നൈസായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ബൊട്ടാണിക്കലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഇതിൻ്റെ ഇടയിലൂടെ കുറേ റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് തോന്നുന്നു ആർമി ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന റോഡായിരിക്കും. അങ്ങനെ ആ വിശാലമായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനത്തെ ഒരു ഗ്രൗണ്ടാട്ടത്, നല്ല വിശാലമായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു നല്ലൊരു നായ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷേ അവൻ്റെ കടി കിട്ടുമെന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അതേപോലെ റിട്ടേൺ ഇങ്ങോട്ടായി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ടൈമിങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കുട പിടിക്കുമ്പോഴത്തേന് പിന്നെ മഴ പോകും, വെയിൽ വരും. അങ്ങനെയാണ്. അങ്ങനെ നമ്മളിതിങ്ങനെ കുടയൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ റിട്ടേൺ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ കുറേ ഫാമിലി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെറിയ ഫംഗ്ഷൻ നടക്കണം. അങ്ങനെ നമ്മൾ റിട്ടേൺ മെയിൻ ഗേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻട്രിയുടെ വേറൊരു ഗേറ്റാണ്. മെയിൻ ഗേറ്റ് തന്നെയാണ്, പക്ഷേ വേറെ റോഡിലൂടെ നമ്മളിങ്ങനെ കണ്ട് വേറെ റോഡിലൂടെയാണ് നമ്മളിങ്ങോട്ട് വരിക. ആദ്യം പോയ റോഡാണ് ആ കാണുന്നത്. അപ്പുറത്ത് നമ്മൾ വരുന്നത് ഇപ്പുറത്ത് റോഡിലൂടെയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ
ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ നമ്മൾ ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനത്തെ യാത്ര അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം വെച്ചാൽ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകണ്ടേ. അപ്പോൾ നമ്മൾ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, താങ്ക് യു.